ഇന്നൊരു കുഞ്ഞു വർക്കാണ് കേട്ടോ. ഒരു ഡ്രസ്സിൻ്റെ വണ്ണം കുറയ്ക്കണം. അപ്പോൾ വണ്ണം കുറക്കാന്ന് വെച്ചാൽ മേലെ വലിയ രീതിക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. താഴെ ഭാഗം ഹിപ്പിൻ്റെ ഭാഗമില്ലേ, അവിടെയാണ് ഒരു ഇത്തിരി വണ്ണം അധികമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മേലത്തെ ഭാഗം ആവശ്യമായ അളവിൽ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കേട്ടോ. നമ്മൾ മെഷർമെൻറ്റ് എത്രയാണോ ആദ്യം അടയാളപ്പെടുത്തി. ഹിപ്പിൻ്റെ ഭാഗത്ത് അതേപോലെ ഒരു അടയാളം കൊടുത്തു, 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ട് അവിടെ നിന്ന് താഴോട്ട് ഓപ്പൺ വരില്ലേ, സൈഡ് ഓപ്പൺ വരുന്ന അവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ കൊണ്ട് ഒരു വര വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ താഴെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഷേപ്പ്, സ്റ്റിച്ച് ചെയ്യേണ്ട ഷേപ്പ് അങ്ങ് അടയാളപ്പെടുത്തി വെച്ചു കേട്ടോ. എന്നിട്ട് ഇതാ ഓപ്പണിൻ്റെ ഭാഗം കട്ട് ചെയ്തു, അവരുടെ മെഷർമെൻറ്റ് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ ഷേപ്പ് വരച്ചു. ഓപ്പൺ എവിടെയാണ് വേണ്ടതെന്ന് അടയാളപ്പെടുത്തി. അടുത്ത ഭാഗത്തും ഷേപ്പ് വരച്ചു. ഓപ്പൺ വേണ്ട അടയാളം കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വരച്ചു കേട്ടോ. എന്നിട്ട് ചെയ്തത് സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തി. എന്നിട്ട് ആം ഹോളിലേക്ക് ഒരു വര കൊടുത്തിട്ടോ. സ്ലീവ് വന്നിട്ട് 8.5 കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഒരു 4.25 വണ്ണം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആം ഹോളിലേക്ക് നേരെ അങ്ങ് വരച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ കുഞ്ഞു വർക്കാണ്. കുറച്ച് ദിവസം എനിക്ക് നല്ല മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞു വർക്കുകൾ ഡെയിലി ചെയ്തിട്ട് മൈൻഡൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഞാൻ വണ്ണം കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഒരു 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, 2 അടുപ്പ് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഓപ്പണിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇത് നല്ലൊരു തുണിയായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് ആ ഒരു ഓപ്പണിൻ്റെ ഭാഗം കിട്ടുന്നുണ്ടായിരുന്നു. ചിലത് നമുക്ക് ഒരു പൊളഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, എളുപ്പത്തിൽ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ബൈ.